1984 പോർച്ചുഗീസ് ദ്വീപ് മഡേരിയ. അതൊരു ചേരി. നിരവധി ദരിദ്ര കുടുംബങ്ങളുണ്ട്. ആ ചേരിയിൽ താമസിക്കുന്ന ഒരു കുടുംബം. അതൊരു ചെറിയ 2 മുറി വീട്. 3 കുട്ടികൾ താമസിക്കുന്നത്. ഒരാൾ ആൺകുട്ടിയും മറ്റ് 2 പേർ പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ്. അവരുടെ അമ്മ ഒരു വീട്ടുജോലിക്കാരിയാണ്. അവരുടെ അച്ഛൻ ഒരു തോട്ടക്കാരനാണ്. അദ്ദേഹം ഒരു ഫുട്ബോൾ ക്ലബ്ബിൽ കിറ്റുമാനായി ജോലി ചെയ്യുന്നു. അവർക്ക് നല്ല ശമ്പളമില്ല. അവരുടെ അച്ഛൻ ഒരു മദ്യപാനിയാണ്. അവൻ എപ്പോഴും തന്റെ മുഴുവൻ ശമ്പളവും മദ്യപിക്കാൻ ഉപയോഗിക്കുന്നു. അമ്മ ആ കുടുംബത്തെ പരിപാലിക്കുന്നു. ചിലപ്പോൾ അവൾ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ അവർ കഴിക്കില്ല. അവർ ദാരിദ്ര്യത്തിലാണ്. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. അവൾ ഗർഭിണിയാണെന്ന് അവൻ പറയുന്നു. പക്ഷേ അമ്മ സന്തുഷ്ടയല്ല. കാരണം അവർ ഇതിനകം ദാരിദ്ര്യത്തിലാണ്. മറ്റൊരു കുഞ്ഞ് ഈ ദാരിദ്ര്യത്തിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത. അമ്മ കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഡോക്ടർ തീരുമാനം മാറ്റി. പിന്നീട് അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ തീരുമാനിച്ചു. പിന്നീട് 1985 ഫെബ്രുവരി 5 അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവന്റെ അച്ഛൻ നടനും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് റീഗന്റെ ആരാധകനാണ്. അതിനാൽ അവർ അവനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരിയോ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അവന്റെ ജനനത്തിനു ശേഷം ആ കുടുംബത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാകുന്നു. കളിക്കാൻ കളിപ്പാട്ടങ്ങളൊന്നുമില്ല. ക്രിസ്മസിന് പോലും അവന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചില സമ്മാനങ്ങൾ ലഭിക്കും. പക്ഷേ അവൻ ഒന്നും ലഭിക്കുന്നില്ല. ഒരു ഫുട്ബോൾ ഉണ്ട്. അവന്റെ അച്ഛൻ അത് അവൻ നൽകി. അവൻ എപ്പോഴും അതിനൊപ്പം കളിക്കുന്നു. അവൻ ആ ഫുട്ബോളും കളിയും ഇഷ്ടമാണ്. അവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ വിശപ്പ് മറക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അവൻ നന്നായി കളിക്കുന്നു. ഇപ്പോൾ അവൻ 8 വയസ്സായി. അച്ഛൻ ജോലി ചെയ്തിരുന്ന അന്റോറിൻഹ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കാൻ അവന് അവസരം ലഭിക്കുന്നു. അവൻ ക്ലബ്ബിനായി നന്നായി കളിക്കുന്നു. 1997 പോർച്ചുഗലിലെ ക്ലബ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ കളിക്കാൻ അവന് അവസരം ലഭിക്കുന്നു. അങ്ങനെ അവൻ ലിസ്ബോവയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ ക്ലബ്ബിലും അവൻ നന്നായി കളിക്കുന്നു. പക്ഷേ അവന്റെ ശരീരത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും അവന്റെ ശാരീരികക്ഷമതയിലും ഘടനയിലും തൃപ്തരല്ല. ദാരിദ്ര്യം കാരണം അവൻ മെലിഞ്ഞവനാണ്. അവന്റെ ശരീരഘടന കാരണം പലരും അവനെ അപമാനിച്ചു. പക്ഷേ അവൻ രാജിവെക്കാൻ തയ്യാറല്ല. അവന്റെ ശക്തിയും പേശികളും മെച്ചപ്പെടുത്താൻ അവൻ തീരുമാനിച്ചു. പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്നതിനാലാണ് അവൻ ക്ലബ്ബിൽ താമസിക്കുന്നത്. പരിശീലനത്തിന് ശേഷം രാത്രിയിൽ കഠിനാധ്വാനം ചെയ്യുന്നു. പല കുട്ടികളും അവരുടെ പരിശീലനത്തിന് പോകും. പക്ഷേ അവൻ ഇപ്പോഴും ഗ്രൗണ്ടിലാണ്. മാസങ്ങൾക്കുള്ളിൽ അവൻ ഫലം ലഭിക്കുന്നു. അവന്റെ പേശികൾ വളർന്നു. അവന്റെ ശക്തി മെച്ചപ്പെടുന്നു. അവൻ ഓടുന്നതിൽ നല്ല വേഗത കൈവരിക്കുന്നു. അവനെ തോൽപ്പിക്കാൻ മറ്റു കുട്ടികളില്ല. പതുക്കെ അവൻ ആ ക്ലബ്ബിൽ ഒരു ഹീറോ ആയി. പക്ഷേ സ്കൂളിലെ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. പഠനത്തിലെ പ്രകടനത്തിൽ അധ്യാപകർ തൃപ്തരല്ല. അവൻ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. അവൻ അമ്മയോട് പറഞ്ഞു, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാകുക എന്നതാണ് അവന്റെ പദ്ധതി. അതിനാൽ ഫുട്ബോളിനായി മുഴുവൻ സമയവും ചെലവഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് സന്തോഷമായില്ല. കാരണം വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. അവൻ താൽപ്പര്യമില്ലെങ്കിൽ അമ്മയ്ക്ക് അവനെ എങ്ങനെ സ്കൂളിൽ അയക്കാൻ കഴിയും? അമ്മയ്ക്ക് ആശയക്കുഴപ്പം തോന്നി. അടുത്ത ദിവസം അവൻ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് അവനെ അപമാനിച്ചു. അവൻ ദേഷ്യപ്പെടുകയും അടുത്തിരുന്ന കസേര അവന്റെ നേരെ എറിയുകയും ചെയ്തു. കാരണം അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇപ്പോൾ ഫുട്ബോളിന് മുഴുവൻ സമയവും നൽകാൻ കഴിയുമെന്ന് അവൻ ശരിക്കും സന്തോഷിച്ചു. പക്ഷേ അവന്റെ മോശം സമയം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അവൻ ടാക്കിക്കാർഡിയ എന്ന ഒരു രോഗം വന്നു. അതിനുള്ള ശസ്ത്രക്രിയ അയാൾക്ക് വേണം. ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. ഒരുപക്ഷേ അത് മരണത്തിലേക്ക് നയിച്ചേക്കാം. ശസ്ത്രക്രിയ നടത്തിയാൽ അയാൾക്ക് കളിക്കാൻ കഴിയുമെന്ന് അവനറിയില്ല. നിരവധി ചർച്ചകൾക്ക് ശേഷം ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചു. ദൈവകൃപയാൽ ശസ്ത്രക്രിയ വിജയിച്ചു. അവന്റെ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു. മാസങ്ങളുടെ വിശ്രമത്തിനുള്ളിൽ അവൻ കളിക്കാൻ തയ്യാറായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം 2002 ലിസ്ബണിലെ സ്പോർട്ടിംഗ് മെയിൻ ടീമിനായി കളിക്കാൻ അവസരം ലഭിച്ചു. 15, 16, 17, 18 വയസ്സിന് താഴെയുള്ള ബി ടീമിനും മെയിൻ ടീമിനും വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. മറ്റുള്ളവർക്ക് അതൊരു അത്ഭുതമായിരുന്നു. അദ്ദേഹം ഒരു ഇതിഹാസമായി മാറി. 2002 അദ്ദേഹം പ്രീമിയർ ലീഗിൽ കളിച്ചു. ആ മത്സരത്തിലെ ആദ്യ ആകർഷണമായിരുന്നു അദ്ദേഹം. ലിവർപൂൾ, ബാഴ്സലോണ, ആഴ്സണൽ തുടങ്ങിയ നിരവധി ടീമുകൾ അദ്ദേഹത്തെ വാങ്ങാൻ തയ്യാറായിരുന്നു. ക്ലബിലേക്ക് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിനുള്ള ഒരു മത്സരമായിരുന്നു അത്. 2003 അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ഒപ്പിട്ടു. അതുവരെ അദ്ദേഹം 28 നമ്പർ ജേഴ്സിയിലായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് 7 നമ്പർ ലഭിച്ചു. അദ്ദേഹത്തിനു മുമ്പുള്ള നിരവധി ഇതിഹാസങ്ങൾ അത് ധരിച്ചിരുന്നു. 2009 അദ്ദേഹം റിയൽ മാഡ്രിഡ് ക്ലബിലെത്തി. അത് റെക്കോർഡ് തുകയായിരുന്നു. ഏകദേശം 94 ദശലക്ഷം യൂറോ. അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ അത് 800 കോടിയിൽ കൂടുതലായിരുന്നു. അതിനുശേഷം അദ്ദേഹം യുവന്റസ് ഫുട്ബോൾ ക്ലബിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് 30 വയസ്സിന് മുകളിൽ പ്രായം. അവർ അദ്ദേഹത്തിന് 100 ദശലക്ഷം നൽകുന്നു.
2003-ൽ അദ്ദേഹം അൽനാസർ ഫുട്ബോൾ ക്ലബിലേക്ക് എത്തി. ഒരു ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രചോദനാത്മകമായ കഥയായിരുന്നു അത്. കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടമോ ഭക്ഷണമോ വാങ്ങാൻ അവന്റെ കൈവശം പണമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്റെ ഗാരേജിൽ എത്ര കാറുകളുണ്ടെന്ന് അവനറിയില്ല. അവന്റെ സമർപ്പണബോധവും കഠിനാധ്വാനവും ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമായി മാറാൻ സഹായിക്കുന്നു.